അപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടി വന്നപ്പോൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. റിസൾട്ടൊക്കെ വന്നു, എൻ്റെ ശ്രീകുട്ടിൻ്റെ റിസൾട്ടൊക്കെ വന്നു. അപ്പോൾ റിസൾട്ടിൻ്റെ വിശേഷമൊക്കെ വഴി പറയാം. ഇന്ന് പുട്ടും ചിക്കനും, കാലത്ത് തന്നെ എനിക്ക് നല്ല മഴയാണ്. അപ്പോൾ പുട്ടും ചിക്കനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ഉണ്ടാക്കാനുള്ള ആവത് ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ലാത്ത കാരണം ഞങ്ങൾ പുട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാതെ വെച്ചു. ചിക്കൻ ചിക്കൻ ഉണ്ടാക്കി തന്നു. പുട്ടുണ്ടാക്കാം, അതാകുമ്പോൾ എളുപ്പമായിട്ട് പിന്നെ ഇത് കുത്തി നമുക്ക് പുറത്തേക്ക് തള്ളിയിടാം. അപ്പം എൻ്റെയും ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് 2 ദിവസം കൂടി ഉള്ളൂ. ഇനി വെക്കേഷനൊക്കെ കഴിഞ്ഞു, ഇനി സ്കൂളിലേക്ക് തന്നെ ഞാൻ പാറിക്കേട്ടാ. നാളികേരമൊക്കെ ചിരകി ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം, അതാണ് അതിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് എടുത്തിട്ട് വരാം. രണ്ട് ഗ്ലാസ് വെള്ളം. അപ്പോൾ പുട്ടിൻ്റെ പൊടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുക്കിംഗ് ക്ലാസ് ഉണ്ട്. വീട്ടിലായാലും എവിടെ ചെന്നാലും ഇപ്പോൾ കുക്കിംഗ് ക്ലാസ്സാണ്. കുറച്ച് നാൾ കഴിഞ്ഞാൽ അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോകാനുള്ള പ്ലാനിലാണ് നിൽക്കണേ. കോതമംഗലത്ത് ആണ് സീറ്റ് ശരിയാക്കിയേക്കണേ. അപ്പോൾ അവിടെ ഒരു വീട്ടിൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അങ്ങനെ നിൽക്കാനുള്ള പ്ലാനില്ല. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോൾ തന്നെ വീട്ടിൽ പഠിപ്പിച്ചു തുടങ്ങിയിട്ടാ. ഇത് ഓൾ ദ ബെസ്റ്റ് ചേച്ചി. ചിക്കനില് അമ്മ ചിക്കനൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് നമുക്ക് പുട്ടിലേക്ക് ഇട്ട് കഴിക്കാൻ. അപ്പം നമുക്ക് അതിൽ കുറച്ച് നാളികേരം പാല് വയ്ക്കാം. അങ്ങോട്ട് ആക്ക് ചേച്ചി, ചേച്ചിക്ക് പറ്റും. ഇത് ഫുള്ള് വാട്ടർ അല്ലേ? പുട്ടിൻ്റെ പൊടിയൊക്കെ റസ്റ്റ് ചെയ്തപ്പോൾ പുട്ടിൻ്റെ പൊടിയായി വന്നു. അപ്പോൾ അല്ല, പുട്ട് ഇതായിട്ട് വന്നു. അപ്പോൾ ഇനി ഇത് പുട്ടുണ്ടാക്കി ശരിയാക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഏറ്റവും ആദ്യം ഇതല്ലേ ചേച്ചി? ഇനി പുട്ട് സ്പൂണ്ട്. ഞാൻ ഇങ്ങനത്തെ അല്ലല്ലോ പുട്ടുണ്ടാക്കാറ്. എൻ്റെ പുട്ട് ഇങ്ങനെയല്ല. എന്നെ മറ്റേ നീണ്ടിട്ടുള്ളതല്ലേ? പുട്ടിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് കാപ്പി ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഞാനാട്ടോ അമ്മ എഡിറ്റ് ചെയ്യുമ്പോ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. അപ്പൊ എനിക്ക് അതൊരെണ്ണം ഉണ്ടാക്കാൻ അറിയുള്ളൂ. അപ്പൊ നമുക്ക് അതുണ്ടാക്കാം. പുട്ടായി പുട്ടായി. അയ്യോ, പുട്ടായി. പുട്ടും ചിക്കനും. ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ശ്രീയാണ് കേട്ടോ. വ്ളോഗിൻ്റെ പകുതി എത്തിയപ്പോഴാണ് ഇൻട്രോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നത്. ആക്ച്വലി എൻ്റെ പിള്ളേരൊക്കെ കുറിച്ച് പൂച്ചുണ്ടാക്കി എനിക്ക് റിപ്പോർട്ട്. ഓ മൈ ഗോഡ്. ഭാഗ്യത്തിന് പുട്ടായിന്ന്. നല്ല രസമുണ്ട് കേട്ടോ. പുട്ട് കുഴപ്പമില്ല. ചിക്കൻ കറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടുണ്ടാക്കി. അപ്പോൾ ചിറ്റ് എഡിറ്റ് ചെയ്തോ, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ തയ്യാറെടുപ്പോട് കൂടി ചെയ്തൊരു കാര്യമാണിത്. നല്ലൊരുണ്ടാ. ഇന്നലെ വന്നതാണ് ആള്. ഇപ്പം ക്ലാസ് തുടങ്ങിയില്ല. എല്ലാവരും ചോദിക്കുന്നത് കുഞ്ഞിൻ്റെ റിസൾട്ട് എന്തായി, കുഞ്ഞിൻ്റെ റിസൾട്ട് എന്തായി. റിസൾട്ട് ഞങ്ങൾ പറയാം. ഞങ്ങൾക്ക് ബുക്ക് ചട്ടിടാനായിട്ട് കുറച്ച് നേരം ഇരിക്കാനുണ്ട്. അപ്പോൾ നാളെ ഞങ്ങൾക്ക് സ്കൂൾ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ മാറ്റിവെപ്പ് അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല ഇവിടെ. അപ്പോൾ ഗംഭീര മഴയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരുക്കങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടേന്ന്. ഇപ്പം ഇന്നിപ്പോൾ കുഞ്ഞൻ വന്നിട്ടുണ്ട്. പിന്നെ നാളെ ചേച്ചി വരും, അമ്മ വരും, നമ്മ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് നമ്മുടെ പിള്ളേരോടൊപ്പം അങ്ങോട്ട് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിനി പുട്ട് കഴിക്കട്ടെ കേട്ടാ. ബാക്കി വിശേഷങ്ങൾ വഴിയേ വരും. പിള്ളേരുടെ വിളയാട്ടം. പുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വിചാരിച്ചു ഇപ്പോൾ നാളെ സ്കൂളിൽ പോകണം. ബാക്ക് ടു വർക്കാണ്. ബാക്ക് ടു ട്രാക്കിലേക്ക് വീഴേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു, അവിടെ കുഞ്ഞെവിടെ ഇരിക്കട, കുഞ്ഞൻ്റെ റിസൾട്ട് എന്തായി, കുഞ്ഞൻ എന്താ ചെയ്യാൻ പോണേ എന്നൊക്കെ ചോദിച്ചായിരുന്നു. കുഞ്ഞിൻ്റെ റിസൾട്ട് വന്നു. +2ൻ്റെ റിസൾട്ട് വന്നു. 86% അടുത്ത് മാർക്ക് ഉണ്ടായിരുന്നു. +1 എത്ര ഉണ്ടായിരുന്നടാ? 88% ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം നഴ്സിങ്ങിനൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ എന്ത് പറ്റി ഗൈസ്? പിന്നെ എനിക്ക് മനസ്സിലായി നഴ്സിങ്ങിനെ കൊണ്ട് പറ്റില്ല.
അപ്പൊ നേഴ്സിംഗ് വേണ്ടെന്ന് വെച്ചു. നേഴ്സിംഗ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ ആളുടെ മനസ്സിൽ ഒരു ജോലി, ഒരു റെപ്യൂട്ടഡ് ആയ ജോലി, അതുപോലെ തന്നെ എന്തായാലും ജോലി ഉറപ്പാണല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ പിന്നിലൊന്നും ആൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരം ഞാൻ നിർബന്ധിച്ചിട്ടാണ് കുഞ്ഞൻ നഴ്സിങ്ങിന് പോകണമെന്നായിരുന്നു. അങ്ങനെയല്ല, നമ്മളവളെ അങ്ങനെ ഒന്നിനും വേണ്ടി നിർബന്ധിക്കാറില്ല. അവളെന്ന് മാത്രമല്ല, ശ്രീകുട്ടനെ അങ്ങനെ വലിയ കാര്യമായിട്ട് ഒന്നിനും വേണ്ടി പഠിക്കുക എന്ന് പറയാലോ, അല്ലെങ്കിൽ അത് ഇത് ചെയ്യെന്ന് പറയാറില്ല. അവരവരുടെ ഇഷ്ടത്തിന്, അങ്ങനെ അവരുടെ ഇഷ്ടത്തിനൊന്നും പറഞ്ഞു വിടാറില്ല കേട്ടോ. എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവരെന്താന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു നഴ്സിങ്ങിന് പോകുന്നതിൻ്റെ കാര്യം, അതിൻ്റെ പിന്നിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കൂടി പറഞ്ഞു കൊടുത്തപ്പോൾ, ബുദ്ധിമുട്ടുകളല്ല, നഴ്സിംഗ് എന്ന് പറയുന്നത് ഒട്ടും സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയല്ല. സോഷ്യൽ ലൈഫൊക്കെയാണ് ആൾക്ക് ഇഷ്ടം. കുറച്ച് ഇങ്ങനെ എന്താ പറയുക, അന്ന് അടിച്ചു പൊളിക്കുന്ന ഒരു ലൈഫില്ല കുഞ്ഞാ. അതിൻ്റെ ഇടയിൽ നിന്ന് ഭയങ്കര കൺസേർവ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്കാണ് പോകാൻ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. പഠിക്കുന്ന കാര്യം എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല, അല്ല പഠിച്ചെടുത്തോളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു യാന്ത്രികമായ ജീവിതം ഉണ്ട് നഴ്സിങ്ങിന് പോകുമെന്ന് പറയുമ്പോൾ. ഒരുപാട് രോഗങ്ങളുടെ ഇടയിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ രോഗികളുടെ കൂടെ ആയിരിക്കും, കൂടുതലും കാണാൻ സാഡ് ഫേസസ് ആയിരിക്കും. അപ്പം അതൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ നഴ്സിംഗ് പഠിച്ചെന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്ടത്തോടു കൂടെ നഴ്സിംഗ് പഠിച്ച ഒരാളാണ്. അതാണ് എനിക്ക് ഇപ്പോഴും നഴ്സിങ്ങിന് പോവാത്തതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പരാതി പറയാറുള്ളത്, ഭാഗ്യനോട് ഞാൻ വിരോധം കാണിക്കാറുള്ളത്. അപ്പോൾ കുഞ്ഞിന് അങ്ങനെയല്ല, അവൾക്ക് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു കൺസെപ്റ്റ് ആയിരുന്നു അല്ലേടോ ഞാൻ. അപ്പോൾ ആളതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഒരു കുറച്ച് ദിവസത്തെ എൻ്റെ കൂടെയുള്ള ഒരാഴ്ച എൻ്റെ കൂടെ വന്ന് നിന്നതാണ്. പിന്നെ കൊച്ചി തിരിച്ചു പോയപ്പോൾ വീട്ടിലെന്ന് പറയുന്നത് എനിക്ക് നഴ്സിങ്ങിന് പോകണ്ടെന്ന്. അപ്പോൾ വിചാരിക്കും നിങ്ങൾ ചിറ്റ പറഞ്ഞ് തിരുത്തിന്ന് കൊച്ചിനെ. അങ്ങനെയല്ല, അപ്പോഴും നമ്മൾ നഴ്സിങ്ങിനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഒരുവിധം റെഡിയാക്കി നോക്കിയായിരുന്നു, ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് ആൾ പറഞ്ഞത് എനിക്ക് നഴ്സിങ്ങിന് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അന്ന് ഇഷ്ടമുള്ളതിനായിക്കോ. സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു 10ാം ക്ലാസ്, ഒരു 8ാം ക്ലാസ് തൊട്ട് നമുക്കൊരു എയിം ഉണ്ടാവണം, ഇന്ന സ്ഥലത്ത് എത്തണം എന്ന്. അത് എനിക്കുണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ആളുടെ മകളെ, അതായത് അമ്മേനെ നേഴ്സാക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം അന്നൊന്നും അതിനൊന്നും പറ്റണോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ എവിടെ എങ്ങനെയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല, സാഹചര്യം ഉണ്ടായിരുന്നില്ല. അമ്മമ്മയ്ക്ക് രോഗം, ക്യാൻസർ, ഹോസ്പിറ്റലൊക്കെ ആയിട്ട് അതങ്ങനെ പോയി. അപ്പം അമ്മ എപ്പോഴും പറയായിരുന്നു കേട്ടോ, ഒരു നേഴ്സ് വേണം, വീട്ടിലൊരു നേഴ്സ് വേണം എന്ന്. അങ്ങനെ ചെറുപ്പം തൊട്ടേ അത് കേട്ടാണ് എൻ്റെ ഉള്ളിൽ ഒരു നേഴ്സ് ആവണമെന്ന്, വളരെ ചെറുപ്പം തൊട്ട് നേഴ്സ് ആവണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ആരോടും പറയാറൊന്നുമില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമായിരുന്നു. അന്ന് എൻ്റെ വിചാരം നഴ്സിംഗ് എന്നൊക്കെ കൂട്ടിയോ കൂടില്ല എന്നുള്ളൊരു വിചാരമായിരുന്നു. പക്ഷെ അച്ഛനമ്മ ലോണൊന്നും എടുക്കാണ്ടാണ് എന്നെ നഴ്സിംഗ് പഠിപ്പിച്ചിറക്കിയത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നഴ്സിംഗ് ഭയങ്കര എക്സ്പെൻസീവ്. ഒരു 16 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിലാണ് നല്ല കോളേജിൽ, ഒരു കേരളത്തിലല്ല പുറത്ത് അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള അക്രഡേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ നമുക്ക് നഴ്സിംഗ് പഠിച്ചിറങ്ങാൻ പറ്റുള്ളൂ. ചുരുങ്ങിയതൊരു 16 ലക്ഷം രൂപയെങ്കിലും വേണം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ആൾക്ക് താല്പര്യമില്ല ഇത് പഠിച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ വന്നപ്പോൾ പിന്നെ നമ്മളിപ്പോൾ എന്നിട്ട് ഫൈനലിൽ എത്തിയേ. ഇപ്പോൾ BCAക്ക് ജോയിൻ ചെയ്തു. BCAക്ക് പോകാനുള്ള പ്ലാനിലാണ് നിൽക്കണേ. ആള് മാത്രമല്ല കേട്ടോ, ആളുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഒപ്പം പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട്, 10 വരെ ഒപ്പം പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട്. 5 പേരുണ്ട്. ഞങ്ങൾ 5 പേരുണ്ട്. 2 പേര് എൻ്റെ ഒപ്പം പഠിച്ചവരും പിന്നെ അവരുടെ ഒപ്പം പഠിച്ച 2 ഫ്രണ്ട്സും. അങ്ങനെ അപ്പം അങ്ങനെ നമ്മൾ BCAക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ ഡൗട്ടൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുഞ്ഞാത് പറയാം അവരുടെ അടുത്ത്, പിള്ളേർ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒരു 8ാം ക്ലാസ് തൊട്ട്. അത് ശരിക്കും ഞാൻ +2 കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും പോകണം എന്നുള്ളൊരു പ്ലാനിക്ക് എത്തിയത്. പക്ഷെ ഒരു 10ൽ +1 +2 നമ്മൾ ഏത് സ്ട്രീം എടുക്കണം എന്നുള്ളത് അത് നിങ്ങളുടെ അംബീഷൻ വെച്ചെടുക്കായിരിക്കും നല്ലത് എന്നാണ് തോന്നണേ. ഒരു അംബീഷനോട് കൂടി ജീവിതം മുന്നോട്ട് പോകണതായിരിക്കും കുറച്ചും കൂടി സിമ്പിളായിട്ടുണ്ടാവുക. അതായത് ഇപ്പം നമുക്കൊരു CA ആക്കി പോകണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ഇതൊക്കെ നമ്മളിപ്പോൾ പറയും. ഇപ്പം എല്ലാവരും ഡോക്ടർ, എഞ്ചിനീയർ ആവാം, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിലൊരു ഡ്രീം ഉണ്ടാവുമല്ലോ, ഒരു ടീച്ചർ ആവണം, എനിക്ക് പൈലറ്റ് ആവണം, എയർ ഹോസ്റ്റസ് ആവണം, അല്ലെങ്കിൽ നല്ലൊരു അക്കൗണ്ടന്റ് ആവണം. ഇതൊക്കെ ആൾക്കാരുടെ സ്വപ്നങ്ങളാണ്. നല്ല കർഷകനാവണം, നല്ലൊരു ബിസിനസ്മാൻ ആവണം, ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 8ാം ക്ലാസ് തൊട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. +1 +2ലേക്ക് നമുക്ക് ഏത് സ്ട്രീം വേണമെന്ന് നമ്മൾ അപ്പോഴേ കേട്ടോ. ശ്രീകുട്ടൻ ആരാ? ശ്രീകുട്ടനെ പിടിച്ച് വെറുതെ ശ്രീകുട്ടനോട് ചോദിച്ചു നോക്കാം നമുക്ക്. അല്ല, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു 8ാം ക്ലാസ് തൊട്ട്
നമ്മുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ചുള്ള സ്ട്രീം എടുത്ത് കൊമേഴ്സാ, ബയോമാക്സാ, ബയോളജി സയൻസാ, എന്താണോ വേണ്ടത് അതെടുത്ത് മുന്നോട്ട് പോവുക. എന്നിട്ട് ഒരു ഡ്രീം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ പ്ലസ് ടു കഴിയുമ്പോൾ അതിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ശ്രമങ്ങളില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി എങ്കിലും എടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടാവും. ഞാൻ ആമ്പിള്ളേര് ഓൾറെഡി നമ്മുടെ സമൂഹം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, റെസ്പോൺസിബിലിറ്റി മൊത്തം അവറ്റങ്ങളെ ഏൽപ്പിച്ച് അവറ്റങ്ങളുടെ കയ്യിലൂടെ. അങ്ങനെയല്ല കേട്ടോ. നമ്മളൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് ഭയങ്കര സ്മൂത്താവും, ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പം ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും വീട്ടിലെല്ലാവരും ജോലി എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു സമയമല്ലേ. കുറച്ച് യാത്രയൊക്കെ ചെയ്ത് ജീവിതം കുറച്ച് എൻജോയ് ചെയ്ത് ഈ പണിയെടുക്കുക എന്നുള്ളതൊക്കെ മാറ്റി വെച്ച് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാൾക്കും ജോലി വേണം. വീട്ടിൽ കല്യാണം കഴിക്കണമെന്നോ അങ്ങനെ ഞാനൊരു പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ നമുക്ക് ജോലി വേണം. എല്ലാവർക്കും ജോലി വേണം. ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ജോലി എന്നുള്ളത് നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യമായിരിക്കണം. നല്ല ജോലി ആയിരിക്കണം, അടിപൊളി. അത് ഇന്ന പൊസിഷൻ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ജോലി ആയിരിക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങളെ മുൻകൂർ ഒരു എയിമിൽ പഠിച്ചെടുക്കാട്ടെ എൻ്റെ മക്കൾ. പെൺപിള്ളേർ സ്പെഷ്യലി നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം, പെണ്ണേനെ തീയാവണം. അപ്പോൾ നമുക്ക് ശ്രീകുട്ടനെ അടുത്ത കൊല്ലം 6ാം ക്ലാസ്സിലേക്കാണ്. ശ്രീകുട്ടനെ നിങ്ങൾക്ക് തോന്നുന്നു LKG തൊട്ട് കണ്ടു തുടങ്ങിയതാന്ന് തോന്നുന്നു. ജനിച്ചപ്പോൾ തൊട്ട് കണ്ടു തുടങ്ങിയതാണ്. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ശ്രീകുട്ടൻ്റെ അങ്ങനെ 6ാം ക്ലാസ്സിൽ എത്തി നിൽക്കുകയാണ്. എത്ര പെട്ടെന്നാണല്ലേ പിള്ളേരൊക്കെ വളരുന്നത്. ശ്രീകുട്ടൻ ആരാവന്നെ ശ്രീകുട്ട ആഗ്രഹം? അങ്ങനെ വല്ല ആഗ്രഹങ്ങളുണ്ടോ? 8ാം ക്ലാസ്സിൽ പറയാം. 8ാം ക്ലാസ് കാര്യം കഴിഞ്ഞില്ലേ? 2 കൊല്ലത്തേക്ക് ആള് ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. ആള് പണ്ട് ഞാൻ ചോദിക്കുമ്പോ എന്താ പറയുന്നത്, എനിക്ക് പെയിന്റ് അടിക്കുന്ന ആളാവണം അമ്മ എന്ന് പറയും. അപ്പൊ ഞാൻ ഇന്ന് വേണ്ടേ? ഇന്ന് വേണ്ട. കണ്ടില്ലേ, ആഗ്രഹങ്ങൾ അങ്ങനെ മാറി വരും. അപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ എത്തിക്കുമ്പോൾ സ്റ്റേബിൾ ആവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ. ഇനി ഫൈനലി ഞങ്ങൾ ജൂലൈയിലാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇപ്പം ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 1.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും പോയി വരാവുന്ന രീതിയിൽ നമുക്കൊന്ന് വിളിച്ചാൽ ഓടിയെത്താവുന്ന രീതിയിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് പിള്ളേരൊക്കെ പുറത്തു വിടാനൊക്കെ ആയിട്ട് ചെറുതായിട്ട് നമുക്കൊരു ഭയം പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കുഞ്ഞിനെ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ കാര്യം ഇതൊക്കെ പയറ്റി വന്നതാണെന്നുണ്ടെങ്കിലും നമ്മുടെ മക്കളെ പുറത്തേക്ക് വിടാനായിട്ടൊരു പേടി. അപ്പം ഞാൻ അച്ഛനും അമ്മേനെയൊക്കെ നമിക്കും ചില സമയത്ത്, എങ്ങനെയാണ്. അപ്പോൾ എന്നാലും നമ്മളിവിടെ അടുത്തൊരു കോളേജിൽ അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഓടിപ്പോയി വരാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ശ്രീകുട്ടൻ പിന്നെ ഭവൻസിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഭവൻസിൻ്റെ ബുക്കാണ് നമ്മളിപ്പോഴത്തെ ഭവൻസിൻ്റെ ബുക്ക് തന്നെ വേണമെന്നൊരു നിർബന്ധം പറഞ്ഞാലുണ്ട്. ഇതൊക്കെ ഒന്ന് ചട്ടയിടാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള വിശേഷങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ DM ഉണ്ടാവുമല്ലോ, അതെല്ലാം എഴുതി ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ മക്കളെ ഇനി വായോ നമുക്ക് ചട്ടയിടാം. അതെടുത്തേടാ ബുക്ക്. കുറച്ച് നാൾ മുന്നേ ചട്ടയിടൽ പരിപാടി തുടങ്ങിയതാണ്. പിന്നെ ഞാനത് നെയിം സ്ലിപ്പും ക്ലാസ്സിൻ്റെ ഡിവിഷനും ഒന്നും അറിയാത്ത കാരണം കൊണ്ട് അവിടെ അങ്ങനെ അങ്ങോട്ട് വെച്ചു. നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള നെയിം സ്ലിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ശ്രീകുട്ടൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അത് നോക്കിയിരിക്കാവോ എന്നാണ് എൻ്റെ പേടി. സ്കൂളിൽ നിന്ന് തന്നെ ബുക്ക് മേടിക്കുന്ന കാരണം കൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറൊക്കെ ചെയ്യാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോ എന്നൊക്കെ മറ്റേ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ ഉണ്ടല്ലോ, സ്റ്റിക്കിങ് കവർ, അത് മേടിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരെ കൂടെ കിട്ടിയപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. കുഞ്ഞിന് 1-2 ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ആൾ തിരിച്ചു പോകും. ആളിപ്പോൾ ഡ്രൈവിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടേ. അപ്പോൾ മാർക്കും അതുപോലെ തന്നെ ആ വിശേഷങ്ങളൊക്കെ അറിയിക്കാൻ വൈകിയതിൽ ഞാൻ ഖേദിക്കുന്നു. നമ്മൾ ഈ അഡ്മിഷൻ എടുക്കേണ്ട തിരക്കിലും കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള മാർക്ക്, അതൊന്നല്ല ജീവിതം എന്ന് പറയില്ലേ, 10ാം ക്ലാസ്സിലത്തെ മാർക്ക്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പോകും തോറും ലൈഫ് ഇങ്ങനെ ഒട്ടും സ്റ്റേബിൾ അല്ലാണ്ടാണ് പോവുക. നമ്മളിങ്ങനെ ഇപ്പം സെറ്റാവുമെന്ന് തോന്നും, പക്ഷെ ഒരിക്കലും സെറ്റാവാൻ പോകില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരെ പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മളിങ്ങനെ ഭയങ്കര കാൽക്കുലേഷനോട് കൂടിയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കൂടി ചില കാര്യങ്ങൾ സെറ്റാവാറില്ല. എത്ര കുട്ടികളൊക്കെ പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ട് ആവാറൊക്കെ ഉണ്ടല്ലേ ചില കോഴ്സുകളിൽ നിന്ന്. അവർ ആഗ്രഹിച്ചെടുത്തിട്ട് അത് കൂടണില്ല എന്ന് അറിയുമ്പോൾ അതുപോലൊക്കെ തന്നെയാണ്. നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കാൻ നിൽക്കാൻ വേണ്ട, അങ്ങനെ വളരെ ലൈറ്റായിട്ട് എടുക്കും വേണ്ട. ഒരു ഒഴുക്കുണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മളുടെ കഠിന പ്രയത്നം, നമ്മളുടെ ഫുൾ എഫേർട്ട് ഇട്ടിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാം. ഞാനത് എൻ്റെ അനിയത്തി കുട്ടികൾക്ക് അനിയൻകുട്ടന്മാർക്കും വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ലൈഫ് എപ്പോഴും സ്ട്രഗിൾ നിറഞ്ഞതായിരിക്കും കേട്ടോ. ഇത് ഒരിക്കലും ഇങ്ങനെ നല്ല സ്റ്റേബിളായിട്ട് ഹാപ്പി ആയിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. ലീവ് ദിസ് മൊമെൻറ്റ്, അത്രയും എനിക്കും പറയാനുള്ളൂ കേട്ടോ. ഈ ഒരു നിമിഷം
നിങ്ങൾ ജീവിക്കുക, മാക്സിമം എൻജോയ് ചെയ്യുക. ലൈഫിൽ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരും നമ്മളെ സ്നേഹിക്കുന്നവരെയൊക്കെ തിരിച്ചറിയുക. എന്നിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളും ഞാൻ മാത്രമല്ല, ഒരുവിധം എല്ലാവരും അച്ഛനമ്മമാരൊക്കെ ഈ ഒരു സിറ്റുവേഷനൊക്കെ കടന്നു വന്നിട്ടുള്ളതായിരിക്കും. എവിടെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും. ബട്ട് അത് ശരിയാവും, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, ശരിയാവും. പക്ഷെ ഹാർഡ് വർക്കിംഗ് ചെയ്യണം കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ ഹാർഡ് വർക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവം എപ്പോഴെങ്കിലും അങ്ങനെ നമ്മളൊരു കയറ്റുണ്ടെങ്കിൽ ഇറക്കണ്ടെന്ന് പറയില്ലേ. ശ്രീകുട്ടൻ്റെ ബാഗ് നമ്മൾ മേടിച്ചത്. അപ്പോൾ നമ്മൾ ബാഗ് മേടിച്ചായിരുന്നു. ബാഗ് ഞാൻ മേടിക്കണില്ല, കഴിഞ്ഞ പോലത്തെ ബാഗൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കൊണ്ടുപോകാൻ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൾ പറഞ്ഞു ഒരു ബാഗ് മേടിച്ചു തരും അമ്മയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാ പിന്നെ ബാഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ബാഗൊക്കെ സെറ്റാക്കി ബുക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല പുതിയ പെൻസിൽ ബോക്സ്, ലോക്കൊക്കെ ഉണ്ട്, അറിയണ്ട ലോക്കൊക്കെ ഉള്ളതാണ്. നോട്ട് ബുക്സും അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളും പേനയും പെൻസിലും സാധനങ്ങളും ഒക്കെ നമ്മൾ അന്ന് എജുമാട്ടി പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും കുഞ്ഞനാണ് കേട്ടോ ഡാൻസ് റീൽ എടുക്കുന്ന ആള്. അപ്പോൾ ഡാൻസ് റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആള് നമ്മുടെ വല്ലൂർക്ക് വരുന്നതേ തന്നെ. അപ്പോൾ കുറച്ച് ദിവസമായി എന്നോട് പറയണ വെച്ചിട്ട് വായോ നമുക്ക് റീൽസ് എടുക്കാന്ന്. അങ്ങനെ ഞങ്ങൾ റീൽസ് എടുക്കാനുള്ള ഒരു പുറപ്പാടിലാണ് കേട്ടോ. ഞങ്ങൾ റീൽ എടുക്കാൻ പോവുകയാണ് ഗൈസ്. മാമൻ മുണ്ടുടിപ്പിക്കുന്ന കുഞ്ഞൻ, കുഞ്ഞന് മുണ്ടുടിപ്പിക്കുന്ന മാമൻ. ഞാൻ എന്നെ കാണിച്ചു തരട്ടെ. എന്റെ ബോഡി കുറെ ആൾക്കാർക്ക് അത് കോപ്രായമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമാണ് കേട്ടോ ഈ വക വേഷങ്ങളൊക്കെ കെട്ടിയിട്ട് ഡാൻസ് കളിക്കലൊക്കെ. ഞങ്ങളൊരു ചിറ്റി മോളും എന്നതിലുപരി അടിപൊളി ഫ്രണ്ട്സാണ്. അമ്മ വന്നപ്പോ ഒരാൾ വരുന്നുണ്ട്. വെക്കേഷൻ കഴിയല്ലേ, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടൽ വളരെ കുറവായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ ചേച്ചിയും ഏട്ടായിയും ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയും അച്ഛൻ പണി കഴിഞ്ഞ നേരം ഇങ്ങോട്ട് വരും. അമ്മ ഓൾറെഡി വന്നൂല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പഴംപൊരിയും ബീഫാണ് നമ്മുടെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത്. ഞാൻ പിന്നെ റെസിപ്പി ഒന്നും ഷെയർ ചെയ്തില്ല, ഒരു കുഞ്ഞു വ്ളോഗായിട്ട് അങ്ങനെ എടുത്തു വെച്ചു എന്നേ ഉള്ളൂ. ഓരോ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പിള്ളേരോടൊപ്പമുള്ള കുറച്ച് നിമിഷങ്ങളും കാര്യങ്ങളും ഒക്കെ കുറച്ച് നാൾ കഴിഞ്ഞാൽ എല്ലാതും ഓരോരോ സൈഡിലേക്ക് ഇങ്ങനെ ചിന്നിച്ചെതറി പോവുകയാണല്ലോ. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വ്ളോഗ്. അങ്ങനെ നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ആൾ ചെയ്തു തുടങ്ങി കേട്ടോ. പണ്ട് നമ്മളങ്ങനെ ഒരു ശ്രീകുട്ടനെ കൊണ്ടായാലും കുഞ്ഞിനെ കൊണ്ടായാലും അങ്ങനെ ഒരു പണി പിന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കൽ, തുണി ഉണക്കാനിടലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ് ചെയ്യിപ്പിക്കാറുള്ളത്. ഇപ്പൊ പിന്നെ കുറെയൊക്കെ അവരും കണ്ടറിഞ്ഞ് നമ്മുടെ കൂടെ കൂടി ഇപ്പൊ ശ്രീകുട്ടൻ മുട്ട പൊരിക്കാനായാലും ഒരു ചെറിയ കാപ്പി ഉണ്ടാക്കി തരാനൊക്കെ ആയാലും ആള് ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നമുക്ക് വെള്ളമൊക്കെ ചൂടാക്കി തരും, ചിലപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി തരുമൊക്കെ ചെയ്യും ശ്രീകുട്ടൻ. കുഞ്ഞനാണെങ്കിൽ ഒരുവിധം ജീവിച്ചു പോകാനുള്ള പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ ഞാൻ എപ്പോഴും എന്നെ കുറിച്ച് കൂടെ ചിന്തിക്കും. നമ്മൾ ഈ പൂനെയിലൊക്കെ പഠിക്കാൻ പോയ കാലത്ത് ഒരു മണ്ണാങ്കട്ടി അറിയണ്ടായിരുന്നില്ല. അവിടെ ജിജി ആൻറ്റിയുടെ വീട്ടിലായിരുന്നു നമ്മൾ നിന്നിരുന്നത് കേട്ടോ. അപ്പോൾ ആൻറ്റി കാറ്ററിംഗ് സർവീസ് ആയ കാരണം നമുക്ക് സുഭിക്ഷമായ ഫുഡ് കിട്ടുമായിരുന്നു. പിന്നെ ജീവിതത്തിൽ ഇപ്പോൾ ഒക്കെ എന്തു ചെയ്താലും ചെയ്ത് നോക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അറിയില്ലെങ്കിൽ കൂടി അത് നമുക്ക് കൈവന്നത് ഇങ്ങനെ ചെയ്ത് പഠിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ നല്ല ചൂടുള്ള പഴംപൊരി വായിലിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന എക്സ്പ്രഷൻ ഉണ്ടാവും എന്നാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മൾ പഴംപൊരിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനും ഒക്കെ അറിയാവുന്ന ആൾക്ക് എനിക്ക് ഭയങ്കര അത്ഭുതമായി ഇവരിങ്ങനെ വലുതായി ഇങ്ങനെ കാണുമ്പോൾ. അങ്ങനെ നമ്മൾ ബീഫ് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഗരം മസാലയും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാന്നാണ് വിചാരിക്കണത്. അതായത് നമ്മുടെ ചേച്ചി പെണ്ണ് വന്നു. ചേട്ടൻ വന്നപ്പോ ഒരു പ്രകാശ വലയം തൊട്ടപ്പുറം. ഓ മൈ ഗോഡ്, അപ്പുറത്ത് ലൈറ്റ്. ഗംഭീര മഴയായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ വന്നു, ബാക്കിയുള്ള എല്ലാവരും വന്നു. നമ്മളപ്പോൾ ഇനി എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള കുറേ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും കൂടി കൂടുന്നത്. ഉണ്ടാക്കി വെച്ച പഴംപൊരി നല്ല ചൂടോടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അല്ലേ. അങ്ങനെ നമ്മളിന്ന് ബീഫ് വയ്ക്കാൻ പോവാണ്. ബീഫിൽ നമ്മൾ ഉള്ളിലാണ് കേട്ടോ നമ്മൾ ബീഫ് വയ്ക്കുന്നത്. ഇവിടെ അങ്ങനെ ഡ്രൈ ആയിട്ട് വെക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ കുഞ്ഞുള്ളിയിലാണ് വെക്കുക. പിന്നെ കുഞ്ഞുള്ളി പ്രാവശ്യം നല്ല വലുപ്പമുണ്ടായിരുന്നു, അത് അതുകൊണ്ട് നന്നാക്കാനും വളരെ എളുപ്പമുണ്ടായിരുന്നു. പിന്നെ നല്ല നാടൻ പച്ചമുളകൊക്കെ ഇട്ടിട്ടേ നമ്മൾ തക്കാളി ഒന്നും ഇടാണ്ട് നല്ല ഡ്രൈ ആയിട്ട് വെക്കില്ലേ, നല്ല എരിവോടെ കൂടെ ഇട്ട് നമ്മൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് നാടൻ പച്ചമുളകിൻ്റെ ടേസ്റ്റ് മുന്തിക്കുന്ന രീതിയിൽ അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടുക. അതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ
അത്രയും സാധനങ്ങൾ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ള ആ ഒരു ബീഫ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് റെഡി. കുറച്ച് ഞാൻ മാറ്റി വയ്ക്കും. നമ്മുടെ പൂച്ചൂസിന് ഇവിടെ എരിവില്ലാണ്ട് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് ചോറിൻ്റെ കൂടെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇവിടെ എൻ്റെ മക്കളെ 10-14 പൂച്ചകളുണ്ടോ. ചപ്പാത്തി ഉണ്ടാക്കി, അതോടൊപ്പം തന്നെ ചോറുണ്ടായിരുന്നു നമ്മൾ വെച്ചത്, പിന്നെ ബീഫുണ്ട്, പിന്നെ നമുക്ക് ഇത്തിരി മുട്ടക്കറിയും കൂടി ആയിട്ടുണ്ടെങ്കിൽ, മുട്ട നമ്മൾ സാധാരണ പുഴുങ്ങിയിട്ടിട്ടുള്ള മുട്ടക്കറിയില്ലേ മീൻകറി വെക്കുന്ന പോലെ അതും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ സെറ്റായി എന്നാണ് വിചാരിക്കുന്നത്. ഒരു ദിവസം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് അല്ലേ. ഒരു ദിവസം പോയിട്ട് ഈ 2 മാസം ഞാൻ പോയത് അറിഞ്ഞില്ലടാ. ശ്രീകുട്ടൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് ശ്രീകുട്ടൻ 6ാം ക്ലാസ്സിലായി. ഈവൻ ശ്രീകുട്ടൻ 6ാം ക്ലാസ്സിലായി എന്നുള്ളത് പോലും എനിക്കൊരു അത്ഭുതമാണ്. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. പഴംപൊരിയും ബീഫും മുട്ടക്കറിയും. ചപ്പാത്തി. പഴംപൊരിയും ബീഫും എങ്ങനെയുണ്ട് വയ്ക്കാ? രസമില്ല അല്ലേ? എനിക്കിഷ്ടായില്ല. ബീഫ് തന്നെ സൂപ്പർ അല്ലേ? അതെ, എനിക്ക് പക്ഷെ ഇഷ്ടമായില്ല കേട്ടോ. ഒരെണ്ണം മധുരവും നല്ല മധുരവും, രണ്ട് തലയ്ക്ക് നിൽക്കണ പോലെ ഫീൽ ചെയ്തു. ഇത്ര ഭംഗിയുള്ള നെഗങ്ങളുള്ളതെന്ന് ആക്ച്വലി ഞാൻ നെഗം വെക്കാറൊന്നുമില്ല കേട്ടോ. വൺസ് എനിക്ക് നമ്മുടെ ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് കിട്ടി യാദൃശികമായിട്ട്. എന്റെ നഖം വെച്ചതല്ലാന്ന് പറയും, ഞാനും വെക്കാത്ത നെഗം ഇത് ഒറിജിനല്ലാന്ന് പറയും. ഈ അടുത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു നഖം വെയ്പ്പ് പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 2 മാസമായിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് നല്ല നീളമുള്ള നഖം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് വെക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. നമുക്ക് മണ്ണിലൊക്കെ ഇട്ട് വാരിയാലും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ചേച്ചിയുടെയും ഒക്കെ നഖങ്ങൾ കണ്ടില്ലേ. എല്ലാവർക്കും അത്യാവശ്യം നഖങ്ങൾ ഉള്ളവരാണ് കേട്ടോ. എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിൽ നഖമൊക്കെ വളർത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ എത്തിപ്പെട്ടതോ നഴ്സിംഗ് ഫീൽഡിൽ, നഖം പോയിട്ട് നെയിൽ പോളിഷ് പോലും ഇടാൻ പറ്റാത്ത ഫീൽഡിൽ. ഇതാണ് കേട്ടോ നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ആ പ്രോഡക്റ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. നഖം വെക്കാത്തവർക്ക്, നഖം ഇല്ലാത്തവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. ആദ്യത്തെ ദിവസം ഇങ്ങനെ ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ. പിന്നെ എനിക്ക് നഖം ഓൾറെഡി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നഖം കാണിച്ചു തരാട്ടാ. ഞാൻ കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി തന്നെ നഖം കണ്ട. പക്ഷെ ഒരെണ്ണം ഒടിയും, ഒരെണ്ണം ആവും. അങ്ങനെയായിട്ട് നിൽക്കണാനാണ് പിന്നെ ഞാൻ ഈ പരിപാടി ചെയ്ത് തുടങ്ങിയത്. ഇതാവുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ നല്ല സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും, ബ്രിട്ടിലാവില്ല. ഇതിങ്ങനെ നല്ല സ്ട്രോങ്ങാ, അങ്ങനെ ഇരുന്നോളും കുറേ നാളുകൾ. പക്ഷെ അത് സ്ഥിരമായിട്ട് വെക്കുന്നത് പൊട്ടേട്ടാ. നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. എന്നാലും എനിക്ക് ചേച്ചിയുടെ നഖം അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരാഗ്രഹം. ഇതാണ് ഞാൻ ആദ്യം മേടിച്ചത് ആമസോണിൽ നിന്ന്. പക്ഷെ ഇത് കണ്ട, ഇതിൻ്റെ നഖങ്ങൾ കണ്ട, ഇതിങ്ങനത്തെ നഖങ്ങൾ കണ്ട, ഇതിങ്ങനെ ഒരുമാതിരി സ്ക്വയർ ടൈപ്പ് നഖങ്ങൾ. അപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ നമ്മുടെ ആമസോണിൽ നിന്ന് ഇതാ ഈ സംഭവം. ഇതിൻ്റെ നഖങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാനൊരു വട്ടം കാണിച്ചിട്ട് ട്രാൻസ്പെറൻറ്റ് മാത്രമല്ല നഖത്തിൻ്റെ ഷേപ്പുമാണ്. നമുക്കൊന്നും ചെയ്യണ്ട, അങ്ങനെ വെച്ചിട്ടാൽ മതി. നല്ല വലിയ നീള നഖങ്ങൾ കിട്ടും. പല സൈസിലാണുള്ളത് കേട്ടോ. അതിങ്ങനെ കമ്പാർട്ട്മെൻ്റായിട്ട് തിരിച്ചിട്ട് പല സൈസിലുണ്ട്. ഇത് നമ്മൾ ഓൺലൈനിലും സാധാരണ നമ്മുടെ ഫാൻസി ഷോപ്പുകളിലും കിട്ടുന്ന ഷിൽസിൻ്റെ ഒരു ഗ്ലൂ ആണ് കേട്ടോ. ഇത് അടിപൊളി തന്നെയാണ്. കുറേ ദിവസം, ഒരാഴ്ചയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. ആദ്യത്തെ 2 ദിവസം നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. ഈ ടൈപ്പ് ചെയ്യാനൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു. പിന്നെ നമ്മൾ അതങ്ങോട്ട് ശീലമായി. എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് അത് ശീലമായി. ഇപ്പം നഖം ഇല്ലെങ്കിലാണ് എനിക്ക് എന്തോ പോലെ ഫീൽ ചെയ്യുന്നത്. പിന്നെ സ്ഥിരമായിട്ട് ഒട്ടിച്ച് വയ്ക്കൊന്നും വേണ്ട. നമ്മുടെ ഒറിജിനൽ നഖം കേടായി പോകാനാണ് ചാൻസ്. ഇത് പിന്നെ നമുക്കിങ്ങനെ നമ്മുടെ ഈ ഒരു നെയിൽ കട്ടർ കൊണ്ട് കട്ട് ചെയ്ത് അതിനെ വേണ്ടത്ര ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. സ്ക്വയറോ ഓവലോ എങ്ങനെ വേണമെങ്കിലും. അപ്പം നമ്മൾ ആദ്യം ചൂസ് ചെയ്ത് വെക്കുക നമ്മുടെ നഖങ്ങൾ ഏതാണ് വേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് പശ പുരട്ടി അപ്പം തന്നെ നമുക്ക് ഒട്ടിക്കാൻ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം അവിടെ ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നല്ല ഭംഗിയുള്ള കൈകൾ, അതുപോലെ നല്ല നീണ്ട വിരലുകൾ, നീണ്ട നഖങ്ങൾ, അതൊക്കെ എല്ലാ പെൺപിള്ളേരും സ്വപ്നമല്ലേ. അപ്പോൾ ഈ സ്വപ്നം ചില സമയങ്ങളിൽ നമുക്ക് ഈ മണ്ണിലും ചെടിത്തോട്ടത്തിലൊക്കെ കൈയിട്ട് വരുമ്പോൾ ഒടിഞ്ഞു പോകാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കത് ഇതുപോലെയുള്ള കാര്യങ്ങളെ നമ്പാവുന്നതേ ഉള്ളൂ. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള നഖമൊക്കെ അതൊരു ഭംഗിയാണ്. ആൾക്കാർ പലതും പറയും. നിങ്ങൾ ഇഷ്ടമുള്ളവർ, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേടാ 299 രൂപയുള്ളൂ ആ ഒരു വലിയ ബോക്സിന്. പിന്നെ ഒരു നെയിൽ പോളിഷും കൂടി ഉണ്ടെങ്കിൽ സംഭവം സെറ്റായി. നമുക്ക് കുഞ്ഞ പൈസയ്ക്ക് വലിയ സന്തോഷങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ വേണ്ടാന്ന് വെക്കണേ. നോക്കി ചേച്ചിയുടെ കൈ കാണാൻ എന്ത് ഭംഗിയാ. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും ചെയ്തോട്ടാ. കുറേ കളർ ഇട്ടിട്ടു.
ഒരു ദിവസം തന്നെ നമുക്ക് 1-2 ഷൂട്ടൊക്കെ ചെയ്യണമെന്നുള്ള ദിവസമാകുമ്പോൾ ഞാൻ ഇതിന്റെ മുകളിൽ വേറെ 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 ഇടും, കളറുകൾ വേറെ വേറെ ഇടും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലത്തെ റീല് പോകേണ്ട സമയത്ത് ഇതാണ് ഞങ്ങൾ കണ്ടുതരുന്നത്. നിങ്ങൾക്കും നഖം വളർത്താൻ ആഗ്രഹമുള്ളവരാണ്, അന്ന് നഖം വളരണില്ല എന്നുണ്ടെങ്കിൽ 299 രൂപയാണ് ഇതിന് കേട്ടോ. 1000 ഉണ്ടാവുന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ഇത് 120 രൂപയും കണ്ടാണ് ഫീസിന്. ഇപ്പോൾ നമുക്കൊരു ഒരാഴ്ചയൊക്കെ നിൽക്കും, നല്ല അടിപൊളിയായിട്ട്. പാത്രമൊക്കെ കഴുകിയാലും അലക്കിയാലും ഒക്കെ നിൽക്കും. നല്ല തടസ്സം അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടില്ല. അത് മാന്തിയാലും നമുക്ക് വേദന എടുക്കില്ല, അങ്ങനത്തെ ഒന്നും ഇല്ല. ഇത് കിട്ടിയപ്പോ വെയില് കണ്ടു ഗൈസ്, വെയില് കണ്ടു. ഷൂട്ട് ചെയ്യണ്ടേ? പിടിക്കാനായിട്ട് വിളിച്ചോ ഞാൻ. എന്താ ഒറ്റക്കേ മതി. ചക്കയുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ. വെള്ളം കയറി വെച്ചാ കുറച്ച് ചെറുതായിട്ട്, പക്ഷെ നിറയുണ്ടായിട്ടുണ്ട് ചക്ക. കുഞ്ഞിതായിട്ട് ഉണ്ടാവുന്നുണ്ട് നിറയെ. അപ്പൊ വേനൽക്കാലം ആകുമ്പോഴേക്കാവും ചക്ക വീണ്ടും. ചക്ക കൊപ്ര നമ്മുടെ ഇവിടെ കൊപ്ര എന്ന് പറഞ്ഞ വാഴപ്പൂ ചേച്ചിയെ. വാഴക്കൂമ്പ് മാങ്ങ കിട്ടില്ലേ? മൂവാണ്ടൻ പൊട്ടിക്കായിരുന്നില്ലേ? മൂവാണ്ടനൊക്കെ കഴിഞ്ഞു. പപ്പായ. അങ്ങനെ ചക്കയും മാങ്ങയും പപ്പക്കായും ഒക്കെ ആയിട്ട് ചേച്ചിതാ പോവാൻ നിക്കാണ്. പിറ്റേ ദിവസമാണ് പോയത് കേട്ടോ. അത് 2 ദിവസത്തെ വ്ളോഗ്. എന്തൊരു വെയിലാലച്ച, എന്തൊരു ചൂടാലച്ച വെയിലിന്. ആ ബ്ലാങ്കറ്റ് എടുത്തോണൊന്ന് വെയിലത്തിട്ടെ. ഹോംലി തിങ്സ്. ഏട്ടായും ഏട്ടായും ചേച്ചിയും പോവാൻ നിക്കാം. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഒന്ന് ആകാശം കാണുന്നത് നമ്മൾ. അത്രയും ഗംഭീര മഴയായിരുന്നു. ഈ അടീനിയെ മൊത്തം നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം, കുറച്ച് ഉള്ളിലേക്ക് വെക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ടോ, നല്ല ഹരിതാപവും പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ചേച്ചിയും ചേട്ടനും പോയിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അവർക്ക് ചെന്നിട്ട് കടയിൽ തയ്പ്പല്ലേ, യൂണിഫോമിന്റെ തയ്പ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല തിരക്കില്ല. ആ ചക്കൊന്നല്ല, പിന്നെ 10-20-25 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു ചേച്ചിക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ള കാലാവസ്ഥയായിരുന്നു. അച്ഛൻ എങ്ങടെ പോണെന്നറിയോ? വണ്ടി കഴുകാൻ. അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടിയും കഴുകണം. അങ്ങനെ നമ്മളിതാ അമ്മ പറഞ്ഞ പോലെ തന്നെ ചെടികളൊക്കെ ഓരോ സൈഡിൽ നിന്ന് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ നല്ല രീതിയിൽ വെയിലും വേണം, അതോടൊപ്പം തന്നെ മഴ കൊള്ളാനും. അത്രയ്ക്ക് അങ്ങോട്ട് വെള്ളവും വേണ്ട, ഒക്കെ ചീഞ്ഞു കൂട്ടോ. അപ്പോൾ നമ്മളെല്ലാം അങ്ങോട്ട് എടുത്ത് കയറ്റി വയ്ക്കണം. വലിയ കാര്യത്തിൽ മഴ കൊള്ളാത്തോടത്തേക്ക് കുറച്ച് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കും കുറച്ച് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കാണ് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അടീനിയെ നമ്മൾ മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ, അതിങ്ങനെ ഒടിഞ്ഞ് ചീഞ്ഞ് ഒരു പരിവാവാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ 10-250 രൂപ കൊടുത്ത് മേടിച്ച് വെച്ച തെയ്യല്ലേ, അടുത്ത കൊല്ലം വീണ്ടും നമ്മൾ കായ്ച്ച് പൂക്കണ്ടേ. അപ്പം നമ്മൾ വളമൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ അങ്ങോട്ട് വെക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ വളമൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ, അവിടെ തന്നെ വെച്ച് വളമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ചൂട് വേണം ഇതിന്. അപ്പോൾ ആ ചേച്ചിമാർ പറയണ്ടായി എൻ്റെ അടുത്ത്, കറുപ്പ ചെട്ടിയിൽ വെക്കി ശ്രീ, അപ്പോൾ കുറച്ചും കൂടി ചൂട് കിട്ടുന്നു. പിന്നെയാണ് ഞാൻ അത് ആലോചിച്ചത്, കറുപ്പ് നമ്മുടെ ചൂടിനെ ആഗീകരണം ചെയ്യലോ എന്ന്. പിന്നെ വെക്കുമ്പോൾ കറുപ്പിൽ വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമ്മളിത് അങ്ങനെയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ സിനിമയ്ക്ക് പോവാ. താളെന്താ ഈ വണ്ടിയിൽ കയറി കണ്ടോ? അല്ല, ഒരുമയുണ്ടെങ്കിൽ ഓലയ്ക്കാൻ മുഴുവൻ കിടക്കാം. സിനിമ കാണാനായിട്ട് നമ്മൾ ഇന്നലെയാണ് പോയത് കേട്ടോ. അത് കാരണം കൊണ്ട് ഇന്നത്തെ അവസാനത്തിൽ ചേർക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി എപ്പോഴും അവസാനം വരണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സിനിമയൊക്കെ കണ്ടു. നരിവേട്ടയാണ് നമ്മൾ കണ്ട സിനിമ. കൊള്ളാം, നല്ലൊരു മൂവി. അങ്ങനെ വെക്കേഷനും കഴിഞ്ഞ് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബാക്ക് ടു നമ്മുടെ ഒരു ട്രാക്കിലേക്ക് പോവാണ്. എല്ലാ കുഞ്ഞുമക്കൾക്കും ഓൾ ദി ബെസ്റ്റ് പറയുന്നു. അടിപൊളിയായിട്ട് പഠിക്കുക. എന്താ പറയുക, ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 മാസം വെക്കേഷനൊക്കെ കഴിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മാക്സിമം ട്രൈ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സിനിമകളൊക്കെ കാണിച്ച് അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും അവരെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ടും നമ്മുടെ പേരൻസിനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.